ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയല്ലോ. ഇതിനാവശ്യമായ തക്കാളി, കറിവേപ്പില, ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചത്, പിന്നെ സവാള, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചട്ടി ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ചൂടാക്കിയെടുക്കുക. നല്ലോണം വറന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതേ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൽ കുറച്ച് സവാള മുറിച്ചിട്ടത് അതിലിടുക. കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് ഇടുക. എന്നിട്ട് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലോണം വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് തക്കാളി, മല്ലിച്ചപ്പ്, കറിവേപ്പില, ഉരുളക്കിഴങ്ങ് എല്ലാം ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കുക. നല്ല വനിട്ട് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പൊടികളും കറിവേപ്പിലയും മല്ലിയിലയൊക്കെ അതിലിടുക. കൂടെ തന്നെ ചിക്കനും അതിലേക്ക് ചേർക്കുക. എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇനി അതിനാവശ്യമായിട്ടുള്ള വെള്ളം, അത് ചിക്കൻ വേകാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒന്ന് മൂടി വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി തുറന്നു നോക്കുമ്പോൾ ചിക്കൻ കറി തിളച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വക കുറച്ച് മല്ലിയും പുതിനയും കൂടി അതിൽ കളർഫുൾ ആക്കാൻ വേണ്ടി അങ്ങ് ഇട്ട് കൊടുത്തു. പോയേക്കും ചിക്കൻ കറി റെഡി. മച്ചാന്മാരെ പൊളിച്ച് കേട്ടാ.